പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് വളരെ സുപ്രധാനവും വളരെ പ്രസക്തവുമായ ഒരു ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് അവർ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഒരുപാട് അവർക്ക് ശ്രദ്ധ കിട്ടുന്നില്ല, അവർ വളരെ ഹൈപ്പർ ആക്റ്റീവാണ്. ഇത്തരം ഒരുപാട് വിഷയങ്ങൾ, പഠന പ്രശ്നങ്ങൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളവും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളവും മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഇവിടെ നമ്മളെ കൂടെ അതിനെക്കുറിച്ച് വിശദമായി നമ്മളുമായി പങ്കുവെക്കാൻ വേണ്ടി പ്രൊഫസർ അബ്ദുള്ള കുട്ടി സാറ് നമ്മുടെ കൂടെ ഉണ്ട്. സാറിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചതാണ്. സാറ് ഐഡിയൽ മെന്റൽ ഹെൽത്ത് കെയർ സെന്ററിന്റെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ഒപ്പം തന്നെ കിറ്റ് ഇംഗ്ലീഷ് ഹൈസ്കൂളിന്റെ അക്കാഡമിക് അഫയേഴ്സ് ചെയർമാൻ. അതോടൊപ്പം പഠന വൈകല്യം, പഠന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നും SRCയിൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് കൂടി വളരെ പ്രസക്തമായ കാര്യങ്ങൾ, നമ്മളെ ഈ പഠന പ്രശ്നങ്ങളെ കുറിച്ചും ഇപ്പോൾ അതിനുള്ള പരിഹാരങ്ങളെ കുറിച്ചും, എന്താണ് പഠന വൈകല്യം, എന്തല്ല പഠന വൈകല്യം എന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മളോട് ഇന്ന് പറഞ്ഞു തരാൻ വന്നിരിക്കുന്നത് പ്രൊഫസർ അബ്ദുള്ള കുട്ടി സാറാണ്. നമുക്ക് അദ്ദേഹത്തെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട്, സ്വാഗതം ചെയ്തുകൊണ്ട് നേരെ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. സർ, യു ആർ മോസ്റ്റ് വെൽക്കം ഫോർ ദിസ് സെഷൻ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ട് ബഷീർ സാറിന് നന്ദി പറയുന്നു. പിന്നെ സ്നേഹമുള്ള രക്ഷാകർത്താക്കളെ, നമ്മളിപ്പോൾ സ്കൂള് തുറന്നിരിക്കുകയാണല്ലോ, കുട്ടികൾ പഠനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് വളരെയധികം ടെൻഷൻ അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ചില കുട്ടികൾ പഠിക്കുന്നില്ല, എത്ര പറഞ്ഞാലും അവൻ എഴുതുന്നില്ല. എഴുതുമ്പോൾ തന്നെ ഇനി അഥവാ എഴുതിയാൽ തന്നെ ചില അക്ഷരങ്ങളൊക്കെ വിട്ടുപോകുന്നു. വഴക്ക് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം കാണുന്നില്ല, അടിച്ചിട്ടും ഒരു ഗുണവും കാണുന്നില്ല. ഇങ്ങനെയൊക്കെ വളരെയധികം പരാതികൾ. അതുപോലെ വായനയുടെ കാര്യം എടുത്താലും, കണക്ക് ചെയ്യുന്ന വിഷയത്തിലായാലും കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കുറേ രക്ഷാകർത്താക്കളെങ്കിലും ഈ പ്രശ്നം നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായിട്ടുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് എന്താണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ വിവരണമാണ് ഈ വീഡിയോയിൽ നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ തുടക്കത്തിൽ നമുക്ക് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ പഠന വൈകല്യം. എന്താണ് പഠന വൈകല്യം എന്ന് പറയുന്നതിന് മുമ്പ് എന്തല്ല പഠന വൈകല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ലേണിംഗ് ഡിസബിലിറ്റി എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ സാധാരണ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പരിശോധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ കേൾവിക്കുറവ് ഉണ്ടോ? കേൾവിക്കുറവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ്റെ പഠനത്തിന് പ്രശ്നമുണ്ടാകും. കാരണം ടീച്ചർ പറയുന്നത് അവന് കേൾക്കാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഒന്ന് കാഴ്ചക്കുറവാണ്. കാഴ്ചക്കുറവുണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബോർഡിൽ എഴുതുന്ന ഒരു കാര്യവും കുട്ടിക്ക് നോട്ട്ബുക്കിലോ സ്ലേറ്റിലോ പകർത്തി എഴുതാൻ സാധിക്കാറില്ല. മറ്റൊന്ന് ഈ ചലനശേഷി കുറവാണ്. ഞാൻ മോട്ടോർ ഡിസബിലിറ്റി എന്ന് പറയും. കൈകൊണ്ട് എഴുതുന്നതിനുള്ള, പേന പിടിക്കുന്നതിനും കൈകൊണ്ട് എഴുതുന്നതിനുമൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഇമോഷണൽ പ്രോബ്ലംസ്, വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ട്. ഉദാഹരണത്തിന് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് കരയുക, പെട്ടെന്ന് കളിസാധനങ്ങളോ നോട്ട്ബുക്കുകളോ ഒക്കെ എടുത്ത് വലിച്ചെറിയുക തുടങ്ങിയ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ പ്രസവശേഷം ഉണ്ടാകുന്ന
കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി കുറച്ച് വളർന്ന് വന്നപ്പോഴാണ് ഒരു ആക്സിഡന്റോ എന്തോ ഉണ്ടായി. അങ്ങനെ അതിന് തലച്ചോറിന് എന്തോ ക്ഷതം പറ്റി. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും, അതുപോലെ തന്നെ ഈ പരിസ്ഥിതിയിലുണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരത്തിലുണ്ടാകുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ പരിസ്ഥിതി പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ചുറ്റുപാട്, ശരിക്കും പറഞ്ഞാൽ വീടിന്റെ ചുറ്റുപാട്, അയൽവാസികൾ, ഇവരെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ മൂലം കുട്ടിക്ക് പഠിക്കാൻ പറ്റാതെ വരിക. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, അച്ഛൻ മദ്യപിച്ചുകൊണ്ട് വീട്ടിൽ വന്ന്, അത് സന്ധ്യാസമയത്തായിരിക്കും ഈ വരവ്, അങ്ങനെ വന്ന് വഴക്കിടുന്നു, ഭാര്യയുമായിട്ട് വഴക്കിടുന്നു, കുട്ടിയെ മർദ്ദിക്കുന്നു. ഇങ്ങനെയുള്ള അന്തരീക്ഷമുള്ള വീടുകളിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് പഠന പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പഠനത്തിന് കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഇതൊന്നും തന്നെ, ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഇത് നമ്മൾ പറയുന്ന പഠന വൈകല്യം അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന വകുപ്പിൽ വരുന്നതല്ല. അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിന്നെന്താണ് ലേണിംഗ് ഡിസബിലിറ്റി? അതാണല്ലോ അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. അപ്പോ ഹലോ സാർ. ശരിക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസിന്റെ കുറവ് വളരെ കൃത്യമായിട്ട് നമ്മളെ ഒരു സിനിമയിൽ, മറ്റേ താരേ സമീൻ പറിൽ പിന്നെ അമീർ ഖാൻ അധ്യാപകനായിട്ട് വരുന്ന ഒരു ഇതുണ്ട്. ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരാൾ മനസ്സിലാക്കുന്നില്ല എന്ന് അവസാനം ഈ അധ്യാപകൻ മനസ്സിലാക്കി രക്ഷിതാക്കളെ, അതായത് കുട്ടിക്ക് അക്ഷരങ്ങളൊക്കെ കൃത്യമായി എഴുതാൻ പറ്റുന്നില്ല, ഈ കുട്ടിക്ക് കാഴ്ചയുടെ പ്രശ്നമുണ്ട്, ഡിസ്ലെക്സിയ ഉണ്ട് എന്നുള്ളത് പിന്നീട് വളരെ വൈകി തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിഞ്ഞാൽ തന്നെ ഇത് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് പോലും അത് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിൽ ആണ് നമ്മളുടെ ഒരു സമൂഹത്തിന്റെ ഒരു ഗതി. ആ ചിത്രം താരേ സമീൻ പർ കൃത്യമായിട്ട് വരച്ചു കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തുകൊണ്ട് സാറ് രക്ഷിതാക്കളിലേക്ക് ഒരു അവബോധത്തെ കുറിച്ച് ഒന്ന് സംസാരിച്ചാല്. ഓക്കെ. അപ്പോൾ ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ മനസ്സിലാകും. ആ കുട്ടിയെ പഠിക്കാതിരിക്കുന്നത് കുട്ടിയുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ സ്കൂളിന്റെ കുഴപ്പം കൊണ്ടാണ്. അങ്ങനെ സ്കൂള് ഒത്തിരി മാറ്റുന്നുണ്ട്. പല സ്കൂളുകളിൽ മാറ്റി ലാസ്റ്റ് വരുന്നൊരു സ്കൂളിലാണ് ഒരു അധ്യാപകൻ ആ കുട്ടിയുടെ പ്രശ്നം മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് രക്ഷകർത്താക്കൾക്കുള്ള ഒരു പ്രശ്നം, ഒരു ടെൻഷൻ ഉണ്ടാകുന്നത് എന്താണ് ശരിക്ക് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കുട്ടിയെ വഴക്ക് പറയുന്നു, കുട്ടിയെ അടിക്കുന്നു, ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞ് അടിച്ച് ഇതൊക്കെ നോക്കുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും ശരിക്കും കുട്ടിയല്ല തെറ്റുകാരൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുട്ടിയല്ല തെറ്റുകാരൻ. കുട്ടിയുടെ ഉള്ളിലുള്ള ചില പ്രശ്നങ്ങൾ, അത് ചില ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ, നെർവ് സംബന്ധമായ ചില പ്രശ്നങ്ങൾ കാരണമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പ്രശ്നം നമ്മൾ പരിഹരിക്കാൻ ആണ് ശ്രമിക്കേണ്ടത്, ആണല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പ്രശ്നത്തിന്റെ കാതലായ വിഷയത്തിലേക്ക് എത്താത്തത് കൊണ്ടാണ് പ്രശ്നം. അതായത് ഇപ്പൊ ഞാൻ ഇതുപോലെ ഒരിക്കൽ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയാണ്, അവന് എപ്പോഴും ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞ പോലെ വളരെ വികൃതി കാണിക്കുന്ന ഒരു തരത്തിലേക്ക് അവന്റെ പെരുമാറ്റം മാറുകയാണ്. അപ്പൊ എന്താണ് അതിന്റെ യഥാർത്ഥം എന്ന് മനസ്സിലാക്കിച്ച കുട്ടിയുടെ, എനിക്ക് സംശയം തോന്നി കുട്ടിക്ക് ഒരു കാഴ്ചക്ക് എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് രക്ഷിതാവിന് മനസ്സിലായത് കാഴ്ച പ്രശ്നം കൊണ്ടാണ്. ഇതിനു മുമ്പ് ഈ രക്ഷിതാവ് ഈ കുട്ടിയെ കൈകാര്യം ചെയ്ത സമയത്ത് അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഞാൻ വഴക്ക് പറയുകയും അടിക്കുകയും ചെയ്തിട്ടുണ്ട് കുട്ടിയുടെ ഈ പെരുമാറ്റ പ്രശ്നത്തിന് വേണ്ടിയിട്ട്. യഥാർത്ഥ പ്രശ്നത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന്, കുട്ടിയുടെ ഈ കാഴ്ചയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രക്ഷിതാവിന് മനസ്സിലായില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഭയങ്കരമായിട്ട് അതിന്റെ ഒരു ക്ലൈമാക്സ്. അതെ അതെ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടി ബോധപൂർവം പഠിക്കാതിരിക്കുന്നു, മടി കാണിക്കുന്നു എന്ന് നമ്മൾ ധരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം മർദ്ദന മുറയിലേക്കും വഴക്കിലേക്കും പോകുന്നത്.
കുട്ടി ബോധപൂർവം പഠിക്കാതിരിക്കുന്നതല്ല, കുട്ടിക്ക് ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് പഠിക്കാതിരിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, വായനയിൽ ഇത്തരം കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ വായിക്കാൻ പറഞ്ഞാൽ അവർക്ക് നമ്മൾ അക്ഷരങ്ങൾ ആദ്യം പഠിക്കണമല്ലോ. അക്ഷരങ്ങൾ അതിൻ്റെ ശബ്ദത്തോടു കൂടി തന്നെ, ശരിക്കുള്ള ശബ്ദത്തോടു കൂടി തന്നെ പഠിച്ച് ആ അക്ഷരങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഒരു വാക്കിന്റെ ഉച്ചാരണം വരുന്നു. അപ്പൊ ഇങ്ങനെ ഉച്ചരിക്കുന്നതിനുള്ള പ്രയാസം കുട്ടിക്ക് വരുന്നു. അപ്പൊ അതാണ് ആ ഉച്ചാരണത്തിലുള്ള പ്രയാസം. വായന എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അതിനകത്ത് വരുന്നത് ഉച്ചാരണത്തിലുള്ള പ്രയാസമാണ്. അങ്ങനെ അതുപോലെ തന്നെ വാക്കുകൾ കൂട്ടി വായിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. കൂട്ടി വായിക്കാനായിട്ട് ഒരു വാക്ക് വായിച്ചിട്ട് പിന്നെ കുറെ സമയമെടുക്കുന്നു അടുത്ത വാക്ക് വായിക്കാനായിട്ട്. അപ്പൊ ആ പ്രോസസ്സിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ മെന്റൽ പ്രോസസ്സിങ് വളരെ സ്ലോ ആയിരിക്കും ഇത്തരം കുട്ടികൾ. അത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു പോകുന്ന പോലെ ഈ കുട്ടിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എഴുത്തിലും കാര്യമായ പ്രശ്നം ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാകും. എഴുത്ത് അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ അക്ഷരങ്ങൾ പഠിച്ചത് കൂട്ടി എഴുതുമ്പോഴാണല്ലോ ഒരു വാക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു വാക്ക് എഴുതുമ്പോൾ തന്നെ അത് അക്ഷരങ്ങൾ തിരിച്ചെഴുതും ചിലപ്പോ. ഇപ്പോ സ്പൂൺ ഉദാഹരണത്തിന് SPOON, ഈ പി എഴുതുന്നത് ക്യൂ എഴുതുന്നത് പോലെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു മിറർ ഇമേജ്, അക്ഷരത്തിന്റെ ഒരു മിറർ ഇമേജ്. ബി എഴുതുന്നത് ഡി ആയിട്ട് മാറുക, അല്ലെ ഡി എഴുതുന്നത് ബി ആയിട്ട് മാറുക. ഇങ്ങനെയൊക്കെ എഴുത്തിൽ സംഭവിക്കുക. പിന്നെ അക്ഷരങ്ങൾ വിട്ടുപോകുക, എഴുത്തിൽ തന്നെ വിട്ടുപോകുന്നു. പിന്നെ എഴുതുന്ന ആ ലൈൻ സ്റ്റഡി ആയിട്ടുള്ള നല്ല കറക്റ്റ് ലൈനിൽ എഴുതാൻ പറ്റാതിരിക്കുക. മേളിൽ നിന്ന് എഴുതി തുടങ്ങിയാൽ ഒരു സെന്റൻസ് അവസാനിക്കുന്നത് പേജിന്റെ അവസാനമായിരിക്കും ചിലപ്പോൾ. അത്ര ഇങ്ങനെ ഇറഗുലർ ആയിട്ട് എഴുതാൻ അങ്ങനെ പറ്റുന്നുള്ളവർക്ക്, അങ്ങനെ പറ്റൂ, അതാണ്. അതുപോലെ തന്നെ ഇപ്പൊ കണക്കിന്റെ കാര്യം പറഞ്ഞാല്, മാത്തമാറ്റിക്സ് ഒരു സങ്കീർണമായ വിഷയമാണല്ലോ. ഇപ്പോൾ നമ്മൾ മൊത്തത്തില് മാത്തമാറ്റിക്സിന്റെ കാര്യം പറഞ്ഞാൽ ലോകത്ത് തന്നെ ഒരു പ്രശ്നമാണ്, ഒരു ഗ്ലോബൽ പ്രോബ്ലം തന്നെയാണെന്ന് പറയാം. കാരണം ഇത് നമ്മൾ ഈ പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇതിന്റെ ഈ കുട്ടികൾക്ക് അത് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റാതെ വരുന്നു. ഒരു സംഖ്യയും മറ്റൊരു സംഖ്യയും ഒരു ചിഹ്നം ഉപയോഗിച്ച് നമ്മൾ ഇടുമ്പോൾ ഈ ചിഹ്നം തന്നെ ഒരിത്തിരി ചരിച്ചിട്ട് കഴിഞ്ഞാൽ, ഒരു പ്ലസ് ഇട്ടത് നമ്മൾ ശകലം 45 ഡിഗ്രി ചരിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലിക്കേഷൻ സിഗ്നലായി, ഇൻറ്റു ആയി. അതിൽ നിന്ന് ഒരു വര അങ്ങ് മാറ്റി കഴിഞ്ഞാൽ അത് മൈനസ് ആയി. ആ മൈനസിന്റെ അടിയിലും മേളിലും 2 കുത്തിട്ടാൽ അത് ഡിവിഷനായി. ഇതൊക്കെ വളരെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ വളരെയധികം ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ഇത് നമ്മൾ പെട്ടെന്ന് കുട്ടികൾക്ക് ഇത് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് ഇവരുടെ ഈ കോഗ്നീഷൻ ലെവല് കുറവായതുകൊണ്ട്, കുട്ടികളുടെ ആ ചെറു പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ വിഷ്വൽ ലെവലാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പൊ ആ വിഷ്വൽ ലെവലിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളൊരു ബോർഡിൽ എഴുതുന്നാൽ, ഈ പേപ്പറിൽ ഇത്തരം കാര്യങ്ങൾ എഴുതുമ്പോൾ ആ കുട്ടിക്ക് അത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പറ്റാതെ വരുന്നു. അത് സാധാരണയായിട്ടുള്ള തന്നെ ഒരു പ്രശ്നമാണ്. ഇത്തരം കുട്ടികൾക്ക് ഇത് ഉൾക്കൊള്ളാനായിട്ട് പറ്റാതെ വരുന്നുണ്ട്. അതാണ് അവർക്കുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരം കുട്ടികൾക്ക് ശ്രദ്ധക്കുറവുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കുക, നമ്മളൊരു കാര്യം പറഞ്ഞു, ഒന്ന് ചെയ്യാൻ പറഞ്ഞു, അവന് കുറച്ചു നേരം അത് നോക്കിയിരുന്നിട്ട് ഉടനെ തന്നെ അവൻ മറ്റൊരു വിഷയത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സാധാരണ മാതാപിതാക്കൾ വിചാരിക്കുന്നത് ആ കുട്ടിയുടെ ശ്രദ്ധക്കുറവ് ഉണ്ടാകുന്നത് അത് ബോധപൂർവം അവൻ വേറൊരു കളിയിലോട്ട് മാറുന്നതാണ് എന്നുള്ളതാണ്. ശരിക്കും ബോധപൂർവമല്ല അവൻ അങ്ങനെ ചെയ്യുന്നത്. അവന്റെ ആ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. കുറച്ച് സെക്കൻഡുകൾ, അത് മിനിറ്റ് എന്ന് പോലും പറയാൻ പറ്റില്ല, അത്രയും സമയം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവന്റെ അറ്റൻഷൻ മാറും. അപ്പൊ ഇത് പ്രധാനപ്പെട്ടൊരു ലക്ഷണമാണ്. അതുപോലെ തന്നെ ഇത്തരം കുട്ടികൾക്ക് ഈ സുഹൃത്തുക്കൾ വളരെ കുറവായിരിക്കും. നമ്മൾ ഈ ഓട്ടിസത്തിന്റെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കറിയാം, ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിക്ക് ഫ്രണ്ട്സ്
ഉണ്ടാകുകയില്ല. അതിനെ സംബന്ധിച്ച് പല സിനിമകളും ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്, ഓട്ടിസം ബാധിച്ച കുട്ടികളെ സംബന്ധിച്ചുള്ള. അത്തരം സിനിമകളൊക്കെ കാണുന്നതും രക്ഷകർത്താക്കളെ സംബന്ധിച്ച് നല്ലതാണ്. ഹേ ജൂഡ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഓട്ടിസം ബാധിച്ച ഒരു യുവാവിന്റെ ചരിത്രമാണ് കാണിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ആ യുവാവ് ആയതിനു ശേഷവും അദ്ദേഹത്തിന് കൂട്ടുകാരാരുമില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു 2 കൂട്ടുകാരാണ് ഒടുവിൽ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 18-20 വയസ്സ് പ്രായമായിട്ടും ഒറ്റ കൂട്ടുകാരും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റിയുടെ വിഷയത്തിലും കൂട്ടുകാര് കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. സാറ് പറഞ്ഞ ആ സിനിമയിലും താരെ ജമീൻ പർ എന്ന സിനിമയില് ആ കുട്ടിക്ക് കൂട്ടുകാരാരുമില്ല. കുട്ടികൾ എല്ലാവരും എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ഈ കുട്ടി ക്ലാസ്സിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. കുട്ടിയിൽ ഒരു സുഹൃത്ത് വരുന്നുണ്ട്, അല്ലെ? അതെ 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 അവന് ഒരു ശരിക്ക് സുഹൃത്ത് ബ്രാൻഡ് ഒരു ചെയ്യാണ്. അതായത് അവന് ഒന്നിനും കൊള്ളാത്തവനാണെന്ന് ബ്രാൻഡ് ചെയ്ത് ചെറുപ്പത്തിൽ അവനെ വല്ലാതെ കുറ്റപ്പെടുത്തി. അതായത് ബോൾ എറിയുന്ന സമയത്ത് പോലും ആ കുട്ടിയുടെ ബോൾ വേറെ ഒരു ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ഇവന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ മറ്റ് രക്ഷിതാക്കൾക്കോ അധ്യാപകർക്കും ഇത് മനസ്സിലാവാതെ വരുന്നത് കൊണ്ട് ഇത് അവനെ കുറ്റപ്പെടുത്താൻ മാത്രം ഈ സംഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇവന്റെ സെൽഫ് എസ്റ്റീം മൊത്തം താഴുകയാണല്ലോ. പിന്നെ എങ്ങനെയും മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരു വിഷയം അവിടെ ഇല്ലേ? അതെ 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 അതാണ് അവിടെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇതിപ്പോ കൂട്ടുകാർ കുറവായിരിക്കും. പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞ വിഷയം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പൊ ഇത്തരം നമ്മളൊരു ഒരു ബുക്കിൽ ഒരു വാക്ക്, ഒരു വേർഡ് എഴുതണമെങ്കിൽ നമ്മുടെ കൈയും നമ്മുടെ തലച്ചോറും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ വേണം. എന്ന് പറഞ്ഞാൽ ചിന്തയും അതെ, മോട്ടോർ കോർഡിനേഷൻ. മോട്ടോർ മോട്ടോർ കോർഡിനേഷൻ ആ എന്ന് വെച്ചാൽ വിഷ്വൽ സ്പേഷ്യൽ മോട്ടോർ കോർഡിനേഷൻ. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഈ പറഞ്ഞ പോലെ ആ കുട്ടി പന്ത് എറിഞ്ഞപ്പോൾ അത് വേറെ സ്ഥലത്ത് പോയി, ഇനി ആരെങ്കിലും ഒരു പന്ത് ഈ കുട്ടിയുടെ നേരെ എറിഞ്ഞാൽ ഈ കുട്ടിക്ക് പിടിക്കാൻ പറ്റില്ല. കാരണം ഒരു വിഷ്വൽ സ്പേഷ്യൽ ഒരു ഇതുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഈ പന്തും വരുന്ന വരവും അത് നമ്മളുമായിട്ട് അടുത്തെത്രത്തോളം വരുന്നു, അപ്പോഴാണ് നമുക്ക് പിടിക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു ധാരണ ഇല്ലെങ്കിൽ ഇത് സംഭവിക്കില്ല. അപ്പൊ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ശരിക്ക് ഇങ്ങനെ ഈ മോട്ടോർ കോർഡിനേഷനിൽ മോട്ടോർ ഡിസബിലിറ്റി എന്ന് പറയുന്ന പ്രശ്നം കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ കേൾവിയുടെ കാര്യം നേരത്തെ പറഞ്ഞു. പിന്നെ അവരുടെ ചിന്ത, നേരത്തെ പറഞ്ഞ കോഗ്നീഷൻ, ആ ചിന്താപരമായിട്ട് അവർക്ക് ഒരു ഉയർന്ന നിലവാരം അവർക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റാറില്ല. കാരണം ഈ അങ്ങനെ വരുന്നത് കൊണ്ട് ഈ പലപ്പോഴും എന്താണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യം എന്താണ് ചെയ്യേണ്ടത് പെട്ടെന്ന് ഓർത്തിട്ട് അത് ചെയ്യാൻ അവർക്ക് പറ്റാതെ വരുന്നു. ഒന്നും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ചുമ്മാ ഇരിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർ മാറിപ്പോകും. അതുപോലെ തന്നെ വാക്കുകളുടെ ഉച്ചാരണത്തിലും അവർക്ക് പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഇത്തരം കുറേ അധികം പ്രശ്നങ്ങളാണ് ഇവരെ ഒരു ലേണിംഗ് ഡിസബിലിറ്റി എന്ന ഒരു വിഭാഗത്തിലേക്ക് മാറ്റുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ രക്ഷിതാക്കൾക്ക് അതിനൊരു പരിഹാരമായിട്ട് എന്താണ് സാറിന് നിർദ്ദേശിക്കാനുള്ളത്? അതായത് ഈ പ്രശ്നങ്ങളെ പലരും അഭിമുഖീകരിക്കുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് അവരുടെ മുന്നിൽ ഒരു പരിഹാരം? അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ലല്ലോ, അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? അധ്യാപകരെ നമ്മള് സംബന്ധിച്ച് പറയുന്നു. മനസ്സിലാക്കുന്ന അതെ അധ്യാപകർക്കും ഉണ്ട് പ്രശ്നം, രക്ഷാകർത്താക്കൾക്കും പ്രശ്നമുണ്ട്. കാരണത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സിന്റെ പോരായ്മയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയെ നമ്മൾ കണ്ടാൽ ആ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടെന്നുള്ളത് നമുക്ക് തോന്നുകയില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മറ്റു പല അസുഖങ്ങളുള്ള കുട്ടികൾക്കും ആ കുട്ടിയെ കണ്ടാൽ അവരുടെ ശരീരത്തിന്റെ പ്രകൃതി വെച്ച്, ഇപ്പൊ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും അവരുടെ തലയുടെ വലിപ്പം, അവരുടെ മുഖത്തിന്റെ അവരുടെ പല്ലിന്റെ ഷേപ്പുകൾ,
ഇതൊക്കെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് അത് ഇന്ന പ്രശ്നമുള്ള ഒരു കുട്ടിയാണെന്ന് മനസ്സിലാകും. അതെ പക്ഷേ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടി സ്മാർട്ടായിരിക്കും. അവൻ അവന്റെ ഇന്ന് IQ എന്ന് പറയുന്നത് ശരാശരി IQ 100 അല്ലെങ്കിൽ 100-ൽ കൂടുതൽ ചിലപ്പോൾ IQ ഉണ്ടാവും. 100, 110, 120 ഒക്കെ IQ ഉണ്ടാവും. അപ്പൊ ഈ ബുദ്ധിപരമായിട്ട് അവന് യാതൊരു തകരാറുമില്ല. അതേസമയം അതുപോലെ ശരീരത്തിന്റെ ആ കാഴ്ചയിൽ നല്ല സ്റ്റൗട്ട്, നല്ല ദൃഢമായിട്ടുള്ള ബോഡി ആയിരിക്കും, നല്ല ആരോഗ്യമുള്ള ബോഡി ആയിരിക്കും. അപ്പൊ അതുകൊണ്ടും അവനെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും ഇത് ഒരു പ്രശ്നമാണ് എന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതും ഒരുപക്ഷെ ഈ ശരീരത്തിന്റെ ഈ നോർമൽ ആയിട്ടുള്ള അവസ്ഥ കാണുന്നത് കൊണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഇതിപ്പോ പരിഹാര മാർഗം എന്ന് പറഞ്ഞാല് നമ്മള് തലച്ചോറിന്റെ ഈ 2 വശങ്ങളുണ്ടല്ലോ, ഇടത് ഹെമിസ്ഫിയർ, വലത് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞ 2 വശങ്ങളുണ്ട്. ഈ ലാംഗ്വേജ്, സയൻസ്, മാത്സ്, ഇത്തരം വിഷയങ്ങളൊക്കെ ഈ ഇടത് ബ്രെയിനിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ലേണിംഗ് ഡിസബിലിറ്റി വരുന്ന കുട്ടികളുടെ ഈ ഇടത് ബ്രെയിനിനാണ് ശരിക്ക് ആഘാതം ഉണ്ടാകുന്നത്, പ്രശ്നം ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭാഷയുടെ പ്രശ്നം, കണക്കിന്റെ പ്രശ്നം, അതുപോലെ റീസണബിൾ ആയിട്ട് ചിന്തിക്കാനുള്ള അങ്ങനെയുള്ള ഒരു കോഗ്നിഷൻ ലെവൽ, ഇതൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമുക്കൊരു പരിഹാര മാർഗം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുട്ടിക്ക് പ്രശ്നം എന്താണ്, എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് നമ്മൾ കണ്ടെത്തുകയാണ് ആദ്യത്തെ പ്രശ്നം. അതോടുകൂടി തന്നെ പരിഹാരം പകുതിയും പരിഹരിച്ചു കഴിഞ്ഞു. പിന്നെ അതിന്റെ സ്പെഷ്യലിസ്റ്റ്, ഇപ്പൊ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് ഉണ്ടാകും. ഇപ്പൊ സാധാരണ എല്ലാ സ്കൂളുകളിലും, ഇപ്പൊ പുതിയ നിയമം അനുസരിച്ച് എല്ലാ സ്കൂളുകളിലും സൈക്കോളജിസ്റ്റ് വേണമെന്നാണ്. അപ്പൊ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ്, ചില അധ്യാപകർ തന്നെ ആദ്യം ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടിട്ട് സൈക്കോളജിസ്റ്റിനെ അറിയിക്കും. സൈക്കോളജിസ്റ്റിന്റെ ഒന്നുകൂടി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹമാണ് അതിന്റെ സ്പെഷ്യലിസ്റ്റ്, ആരുടെ അടുത്തേക്കാണ് ഈ കുട്ടിയെ വിടേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ആ സ്പെഷ്യലിസ്റ്റും ഡയഗ്നൈസ് ചെയ്തതിന് ശേഷം ഇത് ലേണിംഗ് ഡിസബിലിറ്റി ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ടീച്ചേഴ്സ് ഉണ്ടല്ലോ. അപ്പോ അത്തരം സ്കൂളുകളുണ്ട്. അതല്ല, കോ എഡ്യൂക്കേഷൻ തന്നെയുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇവരെ ഇവിടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സ്കൂളുകളുണ്ട്. അത്തരം സ്കൂളുകളാണ് ഇപ്പം നല്ലത് എന്നാണ് പൊതുവെ ഇപ്പോൾ ഉള്ള അഭിപ്രായം. കാരണം ആ കുട്ടികൾക്ക് മറ്റു കുട്ടികളും ആയിട്ട് ആരോഗ്യമുള്ള, നല്ല രീതിയിൽ ചിന്തിക്കുന്ന, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അധികവും പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള ആധുനിക ശാസ്ത്രീയ ഗവേഷണ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതൊരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന രീതിയിൽ അവരെ പഠിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ഈ പ്രശ്നത്തിന്റെ മർമ്മം അറിഞ്ഞിരിക്കുകയും അതിന് വേണ്ട, അത്തരം സ്കൂളുകളിൽ ആണെങ്കിൽ പോലും അവിടെ അതിന് ഇത്തരം കുട്ടികളെ പഠിപ്പിക്കാൻ യോഗ്യതയുള്ള അധ്യാപകർ അവിടെ ഉണ്ടാകും. അപ്പൊ അത്തരം അധ്യാപകരുടെ മേൽനോട്ടത്തിൽ പഠിപ്പിക്കുകയും ആ അധ്യാപകർ പറയുന്ന നിർദ്ദേശങ്ങൾ മാതാപിതാക്കൾ കർശനമായി പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിന്റെ പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ പൊതുവെ പറഞ്ഞാൽ ഇത് കുറച്ച് മുതിർന്ന് വരുമ്പോൾ ചിലപ്പോൾ ചില ആളുകളിൽ അത് തനിയെ മാറി വരുന്നതായി കാണാറുണ്ട്. പക്ഷെ ചില ആളുകളിൽ ഇത് ഉണ്ടെങ്കിൽ തന്നെ, നമ്മൾ നേരത്തെ ഇടത് ബ്രെയിനിനെ കുറിച്ച് പറഞ്ഞല്ലോ, വലത് ബ്രെയിൻ എന്ന് പറയുന്ന വേറൊരു വശം ഉണ്ടല്ലോ. അപ്പൊ ദൈവം അത് രണ്ടും രണ്ട് രീതിയിൽ, രണ്ട് സെപ്പറേറ്റ് ചെയ്ത് തന്നെ നിർത്തിയിരിക്കുന്നത് ഒന്നിന് കുഴപ്പമുണ്ടെങ്കിൽ മറ്റതിൽ അത് പരിഹരിക്കപ്പെടണം എന്നുള്ളതുകൊണ്ടാണ്. ഒരാൾക്ക് നമുക്കറിയാം, ഒരു കാഴ്ചയിൽ ഒരു പ്രശ്നമുള്ള ആൾക്ക് അയാൾക്ക് കേൾവിയിൽ നല്ല കഴിവായിരിക്കുമല്ലോ ഉണ്ടായിരിക്കുന്നത്. അതല്ലെങ്കിൽ അയാൾക്ക് മെമ്മറി ഭയങ്കരമായിരിക്കും. അപ്പോ എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നുകൊണ്ട് പരിഹരിക്കപ്പെടുന്നുണ്ട്.
എന്ന് പറഞ്ഞ പോലെ ഈ വലത് ബ്രെയിനിലുള്ള സംഭവങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതിന് വ്യത്യസ്തമായ സംഭവങ്ങളാണ്. ഒരു കുട്ടി കായികമായിട്ട് വളരെ ഇൻട്രസ്റ്റഡ് ആണെന്ന് വിചാരിക്കുക. ഫുട്ബോൾ കളി, അല്ലെങ്കിൽ ബാഡ്മിന്റൺ കളി, അല്ലെങ്കിൽ വോളിബോൾ, ഏത് കളിയായാലും അത്തരം കുട്ടികൾ നമുക്കറിയാം രക്ഷകർത്താക്കളെ സംബന്ധിച്ച ഒരു പ്രശ്നമാണ്. അത്തരം കുട്ടികളെ ഒരു പ്രശ്നം, കാരണം ഈ കളിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന കൂട്ടുകാരുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചില സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ അവിടെ ഉണ്ടാകും, ചിലപ്പോൾ വളരെ മുതിർന്ന കുട്ടികളുണ്ടാകും. അതൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഈ കളിയിൽ താല്പര്യമുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ വലത് ബ്രെയിൻ ആയിരിക്കും ആക്റ്റീവായിട്ടുള്ളത്. അപ്പൊ ഇത്തരം കുട്ടികൾക്ക് ഈ സ്പർശിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിപ്പിക്കുക. അതുപോലെ തന്നെ കണ്ട്, അനുഭവിച്ച്, രുചിയറിഞ്ഞ്, മണമറിഞ്ഞ്, ഇങ്ങനെയുള്ള നമ്മുടെ എല്ലാ സെൻസുകളും ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണെങ്കിൽ ഈ കുട്ടികൾ ഇതിൽ നിന്ന് മോചനം നേടി വരും എന്നുള്ളതിൽ സംശയമില്ല. അത് ചുരുക്കി പറഞ്ഞാല് നമുക്കിപ്പോ ഈ മോണ്ടിസോറി സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, വളരെ നേരത്തെ ഉള്ളതാണ്. അപ്പൊ ഈ മോണ്ടിസോറി സിസ്റ്റത്തിൽ ഒരു കുട്ടി ഒരു കാര്യം പഠിക്കുന്നത് അത് ശരിക്കും കണ്ടും തൊട്ടും നോക്കിയും അറിഞ്ഞും ഒക്കെയാണ്. ഒരു എ എന്നുള്ളൊരു അക്ഷരം ആ കുട്ടി പഠിക്കുന്നെങ്കിൽ ഈ എ എന്നുള്ള അക്ഷരം എടുത്താണ് കുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നത്. അപ്പൊ അത് ഒരു 3D ഡയമെൻഷനിൽ തന്നെ ഈ കുട്ടിക്ക് കാണാൻ പറ്റുന്നു. നമ്മൾ ഈ പുസ്തകത്തിൽ എഴുതിയാൽ അത് 2 ഡയമെൻഷനിലാണ് കാണുന്നത്. അപ്പൊ 3 ഡയമെൻഷനിൽ കാണുകയും അത് തൊട്ട് നോക്കാൻ പറ്റുകയും അത് തിരിച്ചും മറിച്ചും ഒക്കെ, ഇത് തിരിച്ചു വന്നാൽ ഇതിന്റെ നെഗറ്റീവ് എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഈ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുപോലെ കണക്ക് പഠിപ്പിക്കുമ്പോൾ ഇതുപോലെയുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഒരു കമ്പെടുത്ത് ഇങ്ങനെ വെച്ചു, അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ വേറൊരു കമ്പെടുത്ത് പോകുമ്പോൾ ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ് എന്ന് പറയുന്ന ആ വാക്കുകൾ കുട്ടിക്ക് പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് വരാനായിട്ട് അത് കാരണമാകുന്നുണ്ട്. ഇത് നേർക്ക് നേരെ എടുത്ത് കാണിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇത്തരം കുട്ടികൾക്ക് ഈ മോണ്ടിസോറി മെത്തേഡ് വളരെ ഗുണകരമാണെന്ന് സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ആളുകളൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും ഇന്നത്തെ ഈ പ്രോഗ്രാം, അതായത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ നേരത്തെ തിരിച്ചറിയാൻ എന്തെങ്കിലും ചില സിംറ്റംസ് ഇത്തരം കുട്ടികളെ കുറിച്ച്, പഠന പ്രശ്നമുള്ള കുട്ടികളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സൂചനകൾ ഉള്ളത് രക്ഷിതാക്കൾക്കൊന്ന് പങ്കുവെക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് ഒരു നടപടി സ്വീകരിക്കാൻ സാധിക്കുമല്ലോ. അതിനെപ്പറ്റി എന്താണ് സാറിന്? അതെ, ഓക്കെ. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ കുട്ടികളുമായിട്ട് കൂടുതൽ ഇടപഴകാൻ ശ്രമിക്കുക എന്നുള്ളത്. കൂടുതൽ നമ്മൾ അവരുമായിട്ട് ഇടപഴകുമ്പോഴാണ്, അവരുമായിട്ട് അടുത്തിരുന്ന് കളിക്കുക, അടുത്തിരുന്ന് കഥ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ നമ്മൾ അവരുമായിട്ട് കൂടുതൽ ഇടപഴകുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ടീച്ചറിനെ സംബന്ധിച്ച് ഒരേ സമയം 25 30 അല്ലെങ്കിൽ ചിലപ്പോൾ 40 കുട്ടികൾ ആണ് ഒരേ സമയം നോക്കേണ്ടത്. അപ്പൊ ഒരേ സമയം നോക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ശ്രദ്ധക്കുറവ് വരുമല്ലോ സ്വാഭാവികമായിട്ട്. പക്ഷെ ഒരു അമ്മയെ സംബന്ധിച്ച് ഒരു സമയത്ത് ഒരു കുട്ടിയെ മാത്രമേ നോക്കേണ്ടതുള്ളൂ. ആ കുട്ടി ഏതാണ്ട് ഒരു വളർച്ച വരുമ്പോഴാണ് ഇനി അടുത്ത കുട്ടി വരികയാണെങ്കിൽ തന്നെ നോക്കുന്നത്. അപ്പോ ഒരു അമ്മയ്ക്ക് ആണ് അച്ഛനേക്കാൾ കൂടുതൽ ഒരു കുട്ടിയുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, കൂടുതൽ സ്നേഹത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നതൊക്കെ അമ്മയാണ് എന്നുള്ള നിലയ്ക്ക് അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഈ കുട്ടിയെ ശ്രദ്ധിക്കാനും, ഈ കുട്ടിയുടെ ഇപ്പൊ കാഴ്ചക്കുറവുണ്ട്, കേൾവിക്കുറവുണ്ട്, നമ്മളിപ്പോ ഒരു കഥ പറയുന്നു, നമ്മൾ പതുക്കെ കഥ പറഞ്ഞ് പതുക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ കുട്ടിയുടെ ശ്രദ്ധ, കുട്ടിക്ക് കേൾക്കുന്നില്ല, തല ഇങ്ങനെ മുന്നോട്ട് വരുന്നു എന്നൊക്കെ ഒന്ന് കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിന് കേൾവിക്ക് എന്തോ പ്രശ്നമുണ്ട്. അതുപോലെ കാഴ്ചക്ക് അകലെ ഇരിക്കുന്ന ഒരു സാധനം അതിനെക്കുറിച്ച് ചോദിക്കുക, അത് എടുത്തുകൊണ്ടുവരാൻ പറയുക.
സമാനമായ കുറേ സാധനങ്ങൾ അകലെ വെച്ചിട്ട് അതിൽ നിന്ന് ഇന്ന സാധനം എടുത്തുകൊണ്ടുവരാൻ പറയുക. അപ്പോൾ കാഴ്ചക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ കുട്ടി അതേ സാധനം തന്നെ എടുത്തു കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ അതുപോലെ നോക്കുകയും പിന്നെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ എഴുത്ത്, വായന, കണക്ക്, ഈ 3 വിഷയത്തിൽ, ഈ 3 ഏരിയകളിൽ ഒരു കുട്ടിക്ക് പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോ ചില കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഈ താരെ ജമീൻ എന്ന് പറയുന്ന ആ സിനിമയില് ആ കുട്ടി പറയുന്നത് ലെറ്ററൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാ പറയുന്നത്. അതെ 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 ലെറ്റർ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ അങ്ങനെ ഉണ്ടാകാം. ലെറ്റർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് തോന്നാം. അതാണ് ഡാൻസ് ചെയ്യുമെന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ലെറ്റർ വ്യക്തമല്ലാത്ത രീതിയിൽ തിരിഞ്ഞും മറിഞ്ഞും, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ബി എഴുതിയാൽ അത് ഡി ആയിട്ട് വായിക്കുക. അതെ അതെ അപ്പൊ ഇത്തരം ഇതിനൊക്കെ നമ്മൾ പരിഹാര മാർഗം നിശ്ചയിക്കുന്നത് ഈ അക്ഷരങ്ങള്, പ്രശ്നമുള്ള അക്ഷരങ്ങളൊക്കെ ഒരു പ്രത്യേക കളറിൽ എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. അതല്ല, അക്ഷരം തന്നെ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക കളറിലുള്ള അക്ഷരം കൊടുക്കുക. അതുപോലെ പ്രശ്നമുള്ള അക്ഷരങ്ങൾ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ കളർ പെൻസിൽ വെച്ച് ഒരു പ്രത്യേക കളറിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ അപ്പൊ ആ കുട്ടിയെ ആ കളറുമായിട്ട് ആ അക്ഷരത്തെ ബന്ധിപ്പിക്കുന്നത് കൊണ്ട് അത് ഇപ്പൊ പിയും ക്യൂവും തമ്മിൽ ഒരിക്കലും മാറിപ്പോകത്തില്ല. കാരണം പിയുടെ കളർ ഇന്നതാണ്, ക്യൂവിന്റെ കളർ ഇന്നതാണ് എന്ന് കുട്ടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് മാറിപ്പോകാൻ സാധ്യതയില്ല. ഇങ്ങനെ കുറെ റെമേഡിയൽ മെഷേഴ്സ് ഉണ്ട്. പിന്നെ സാധാരണ മാതാപിതാക്കൾക്ക് വേണ്ടി പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കുട്ടിയുമായിട്ട് കൂടുതൽ ഇടപഴകുക, അവരെ സ്നേഹിക്കുക, സ്നേഹത്തോടെ പഠിപ്പിക്കാൻ ഇരിക്കുക. ഇപ്പൊ KG-യിൽ തന്നെ ഒരു കുട്ടിയെ ചേർത്ത് ഒരു 4-5 ഹോംവർക്കുമായിട്ടായിരിക്കും അത് വരുന്നത്. അത് ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മോണ്ടിസോറി സിസ്റ്റത്തിലാണെങ്കിൽ സ്കൂളിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ഹോംവർക്കും ഇല്ല. എന്ന് പറഞ്ഞാൽ സ്കൂളിലെ വർക്കൊന്നുമില്ല, പിന്നെ വീട്ടിൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഹോംവർക്ക് എന്ന് പറയാമെന്നല്ലാതെ സ്കൂളിലെ വർക്ക് വീട്ടിൽ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അത് വേറെ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമാണ്. അതിന് നമുക്കിപ്പോ പെട്ടെന്ന് പരിഹാരം കാണാൻ പറ്റില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഹോംവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ശകാരിക്കുകയോ അടിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അത് സ്നേഹത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യലിസ്റ്റിനെ കാണുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരമായിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ നല്ല ഒരുപാട് പ്രസക്തമായ അറിവുകൾ പങ്കുവച്ചു. അധ്യാപകരെ സംബന്ധിച്ചും രക്ഷിതാക്കളെ സംബന്ധിച്ചൊക്കെ വളരെ ഉപയുക്തമായ കുറെ ടിപ്സ് സാറിൻ്റെ ഈ ഒരു പ്രോഗ്രാം ഇതിൽ നമ്മുടെ കൂടെ ഇടയ്ക്ക് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട് സാറ്, വളരെ സന്തോഷം. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എന്തായാലും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.